ഇത് തിന്ന് മടുത്തു, വേസ്റ്റാക്കി കളയാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് പഴുത്ത് കൂടുതലായിട്ട് തന്നെയൊക്കെയാണ് ഇതിൽ ഇരിഞ്ഞ് താഴത്തേക്ക് വീഴുന്നത്. അപ്പോൾ നമ്മളിത് പ്രയോജനപ്പെടുത്താനായിട്ട് പോവാം. ഇതും കൊണ്ട് നമ്മൾ ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് ജാം അടിക്കാൻ പോവാം. അപ്പോൾ എങ്ങനെയാണ് ജാം അടിക്കുക? ഇതാണെങ്കിൽ ഒടിഞ്ഞ് വീണ് നമ്മൾ വെട്ടി വെച്ചിരിക്കുകയാണ്, പഴുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് പഴുത്ത് കൂടുതലായി പോയിരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഒരു ജാം ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ട് അതിനെ നമുക്ക് മാറ്റിയെടുക്കാം. എല്ലാം നമ്മൾ പൊടിയും പൊട്ടൊന്നും ഇല്ലാണ്ട് റെഡിയാക്കണം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പഴമെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എളുപ്പം മിക്സിയിലിട്ട് അടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ അരിപ്പ പാത്രത്തിലിട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുന്ന സ്റ്റീലിൻ്റെ ഒരു കട്ടറാണത്. അതിലിട്ട് നമ്മൾ മിനുക്കി ഇത് ശരിക്കും അരിച്ച് എന്ന് പറഞ്ഞ പോലെ നമ്മൾ കട്ട് ചെയ്തങ്ങ് എടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ജാമിന് വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പഞ്ചസാര ലൈനി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന 1 കപ്പ് വെള്ളം എടുത്ത്, നമുക്ക് വാഴയ്ക്ക കൂടുതലുള്ള പഴം കൂടുതലുള്ളതാണ്, 1 കപ്പ് വെള്ളം എടുത്ത് നമ്മൾ ഇങ്ങനെ തീയൽ നമുക്ക് കത്തിച്ചിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിക്കുക. അതിൻ്റെ കൂടുതൽ നമ്മളിപ്പോൾ ചേർക്കുന്ന ഒരു 1/4 കിലോ പഞ്ചസാരയാണ് നമ്മളിപ്പം ചേർക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ലൈനി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് റെഡിയായി വന്നു കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ അടുത്ത ഭാഗങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിത് വെള്ളം ചൂടായി വരുന്നതനുസരിച്ച് ശരിക്കും നമ്മൾ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തെങ്കിൽ മാത്രമേ നല്ല ലൈനിയായിട്ട് ഇത് വരികയുള്ളൂ. ആ ലൈനിക്കകത്തേക്കാണ് നമ്മൾ പാകമാക്കി വെച്ചിരിക്കുന്ന വാഴപ്പഴം ജ്യൂസ് ഉണ്ടാക്കുന്നതിന്, ജാം ഉണ്ടാക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന വാഴപ്പഴം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു ലൈനിയായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ലൈനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇനിയിപ്പം നമ്മൾ പഴം അരച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ചേർത്തിട്ട് നമ്മളിനി ഇളക്കാനായിട്ട് പോവുകയാണ്. അതാണ് നമ്മളിനി ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറ്റി തീർന്നത് ശരിക്കും ഇളക്കി കൊടുക്കണം. നമ്മൾ ലൈനി ഏകദേശം പകുതിയോളം ആണ്. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. തീ ഇച്ചിരി കൂട്ടി വെക്കണം. ഇതിനകത്ത് തീ ഇച്ചിരി നമ്മൾ വെച്ച് കൂട്ടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. ഇത് ശരിക്കും പറ്റി വരണം. അന്നേരത്തേക്കാണ് ഇത് സംഗതി റെഡിയാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിളയ്ക്കുന്നതനുസരിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് ഒരു അരമണിക്കൂർ സമയത്തോളം നമ്മൾ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു ജാമായിട്ട് രൂപാന്തരപ്പെടും. അപ്പോൾ നമ്മൾ ഇളക്കൽ തുടരുകയാണ്. അപ്പോൾ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കാനായിട്ട് ശകലം നമ്മൾ ഗ്രാമ്പൂവിൻ്റെ ശകലം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടനിലയുടെ ശകലം ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ വാഴപ്പഴത്തിൻ്റെ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ശകലം വ്യത്യാസം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ ചെയ്ത് കൂടി ചേർത്തിട്ടുണ്ട്. എങ്ങനെയാണ് നല്ല അടിപൊളി ജാമാണ് നമുക്ക് റെഡി ആയിരിക്കുന്നത്. ഇത് തണുത്തതിന് ശേഷം ശകലം പോലും ജലാംശം ഇല്ലാത്ത കുപ്പിയിൽ നമ്മൾ നിറച്ച് വെക്കണം. അപ്പോൾ റെഡിയാണ്. ഇനി തണുക്കാനായിട്ട് നമ്മളിത് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ വാഴപ്പഴം ജാമാണ് റെഡി ആയിരിക്കുന്നത്. അപ്പം നമ്മുടെ ജാം റെഡി ആയിരിക്കുവാണ്. ആ ജാം കോരി നമ്മൾ ഉണങ്ങിയ കുപ്പിക്കകത്ത് നമ്മൾ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 മാസം അടുത്തൊക്കെ നമുക്കത് ഉപയോഗിക്കാം. എല്ലാ ദിവസവും നമുക്ക് ജാമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഹാർഡായിട്ടുള്ളൊരു ജാമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ കൂട്ടുകൾ കളറ് ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. കളർ എന്തെങ്കിലും ചേർക്കുവാണെങ്കിൽ നമുക്ക് നല്ല കളറ് കിട്ടും. നല്ല ഒരു മണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടനയുടെ ഒരു ഇല നമ്മൾ ഇതിനകത്ത് ഉണങ്ങിയ ഇല ഇട്ടിട്ടുണ്ട്. അത് നല്ലൊരു മണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഇല നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിരിക്കുന്നത്. നമ്മളിതിനകത്ത് ഗ്രാമ്പൂ ചേർത്തിട്ടുണ്ട്. അതുപോലെ മറ്റ് ചെറിയ ഏലക്ക ഒക്കെ നമ്മൾ ചേർത്തിരിക്കുന്നതാണ്. ഇത് നല്ല ടേസ്റ്റായിട്ട് തന്നെ നല്ല മധുരമുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഇത്രയും കൂട്ടുകൾ ചേർത്തിരിക്കുന്നതുകൊണ്ട്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതാണ് ഒരു അടിപൊളി ചെറുപഴം വെച്ചുള്ള ജാം.